ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്കൊരു കുറച്ച് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരാഴ്ചയായി കിടപ്പിലായിരുന്നു. അതിൻ്റെതാണ് കുറച്ച് വീഡിയോ ചെയ്യാൻ വിട്ടുപോയത്. അപ്പോൾ ഇന്ന് കോട്ടയം ജില്ലയുടെ വന്നിട്ട് ഒരാഴ്ചനടുത്തായി. കോട്ടയം ജില്ലയുടെ കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ചെയ്യുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് കോട്ടയം പോയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പോയ അഡ്വൈസിൽ 10 അഡ്വൈസാണ് പോയിരിക്കുന്നത്. ഒരു NJDക്കാണ്, ബാക്കി 9 ഫ്രഷും. അല്ല, അവസാനമായിട്ട് അതിൻ്റെ പോയ അഡ്വൈസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 21/11/2023 OC 5ാം റാങ്ക് വരെയും ഈടവ 7ാം റാങ്ക് വരെയും SC സപ്ലിമെൻ്ററി 1 വരെയും ST റൊട്ടേഷൻ ആയിട്ടില്ല. അതേപോലെ മുസ്ലിം വിത്തിൻ OC 3ാം റാങ്ക് വരെയും ഹിന്ദു നാളർ സപ്ലിമെൻ്ററി 1 വരെ. അതുവരെ LC OBC വിശ്വകർമ്മയൊന്നും റൊട്ടേഷൻ ആയിട്ടില്ല. EWS 6 വരെയും അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ 2ാം റാങ്ക് വരെയും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് 9ഉം ഒരു NJDക്കുമാണ്. കഴിഞ്ഞ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഒരാൾക്ക് അഡ്വൈസ് കൊടുത്ത് അയാൾ കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് അത് വീണ്ടും ആ ഡിപ്പാർട്ട്മെൻറ്റ് NJD റിപ്പോർട്ടായിട്ട് ഒഴിവ് റിപ്പോർട്ടായിട്ടുണ്ടാവും. ആ ഒഴിവിലേക്കാണ് വീണ്ടും ഒരു വേക്കൻസി അഡ്വൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ എന്തായാലും ഈ വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത തീയതി എന്ന് പറയുന്നത് 23/2/2021 മുതൽ 14/7/2023 വരെയുള്ള വേക്കൻസിയാണ് വരുന്നത്. ആക്റ്റീവായിട്ട് 2 റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 019/2021 പ്ലസ് 020/2021, അതായത് ബൈ ട്രാൻസ്ഫർ. ഇതിൻ്റെ ഒപ്പം ഏതൊരു LDC ആയാലും ഏതൊരു സംഭവം ആയാലും ഇതിൻ്റെ ബൈ ട്രാൻസ്ഫർ ഒപ്പം തന്നെ ഉണ്ടാവും. ബൈ ട്രാൻസ്ഫർ LGS പറഞ്ഞത് അടിസ്ഥാനമായതുകൊണ്ട് അതിലുണ്ടാവില്ല. അതിന് മുകളിൽ വരുന്ന പോസ്റ്റുകളിൽ മിക്കവാറും ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും. ചില പോസ്റ്റുകളിൽ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ അപേക്ഷിച്ചില്ല എന്ന് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ വേക്കൻസി സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ ആണ് ഇതിൽ കാണാനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 10 വേക്കൻസിക്കുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പെൻഡിങ് ടേൺസ് ഉണ്ട്. ഒരു NJD 59 OC ആണ് അഡ്വൈസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. പിന്നെ ഒരു TPO ടേൺ ഉണ്ട്. ഹിന്ദു നാടർ 60 അതിൻ്റെ അഡ്വൈസ് ആദ്യമായിട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വൈസ് ജിതിൻ തോമസ് ഫസ്റ്റ് റാങ്കിനാണ്. NJD റൂറൽ ഡെവലപ്മെൻറ്റ് RDDക്കാണ്. രണ്ടാമത്തെ അഡ്വൈസ് ചെയ്യുന്നത് സജിൻ രവീന്ദ്രനാണ്. ഹിന്ദു നാടർ സപ്ലിമെൻ്ററി 1 അദ്ദേഹത്തിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആദ്യത്തെ NJDയും TPOയുടെയും നില എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നിട്ടാണ് അടുത്ത ആ ഒരു വേക്കൻസിയുടെ വരുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ വരുന്നതുണ്ട് 63 OC ആണ്. 63 OC പ്രവീൺ KP കിഴക്കേടത്താണ്. ജുഡീഷ്യൽ കോടതിയിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ഈ 3 പേർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ ഈ പ്രവീൺ കിഴക്കേടത്ത് എന്ന് പറഞ്ഞ ആൾ പല ലിസ്റ്റുകൾ ഉൾപ്പെട്ടതായി നമുക്ക് കണ്ടിട്ടുണ്ടാവും. ലിസ്റ്റുകൾ HDVയിലും അതേപോലെ എക്സൈസിലും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ്. കമ്പനി ബോർഡിൽ ഞങ്ങൾ നന്നായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികളാണ്. ഞാനും മൂപ്പരൊക്കെ അടുത്തടുത്ത റാങ്കുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, ഇനി നാലാമത്തെ നോക്കുമ്പോൾ അമൽ PM ആണ്. ഇദ്ദേഹം ഏതോ ഒരു ലിസ്റ്റിൽ കോട്ടയം ജില്ലയിൽ എക്സൈസ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കാണ്. അദ്ദേഹത്തിന് അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അർബൻ അഫയേഴ്സ് HQ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്കവാറും ഇതിൽ കയറാൻ HQയിലൊക്കെ പിന്നെ കോട്ടയത്ത് നിന്ന് വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടല്ലേ, തിരുവനന്തപുരം ഭാഗങ്ങളൊക്കെ പോയി വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തത് സുമേഷ് ഗോപാലനാണ്. ബൈ ട്രാൻസ്ഫറിലാണ് അദ്ദേഹം കയറുന്നത്. ബൈ ട്രാൻസ്ഫർ ലിസ്റ്റാണ്. വേറെ ജോലിയുള്ള ആളുടെ വീണ്ടും തിരഞ്ഞെടുത്ത ഒരു ബൈ ട്രാൻസ്ഫർ ലിസ്റ്റാണ്. പിന്നെ മുനീർ അഹമ്മദാണ് അടുത്ത് വരുന്നത്. മുസ്ലിം കാൻഡിഡേറ്റാണ്. 3ാം റാങ്കാണ്. 65 OC ടേണിലാണ് കയറുന്നത്. 62ഉം 64ഉം TPO ആയി അല്ലേ. SC 62ഉം 64ഉം SC TPO ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ഇതിൻ്റെ വരുന്ന സ്റ്റേറ്റ് അച്ചീവ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ HQ വേക്കൻസിയാണ് മുനീർ അഹമ്മദ് കയറുന്നത്. ഇനി അടുത്തത് വിനീത് MV. ഇദ്ദേഹവും നമ്മുടെ കമ്പനി ബോർഡിൻ്റെ ഒപ്പമുള്ള ഒരു വ്യക്തിയാണ്. 390 2018 കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. എല്ലാവിധ അഭിനന്ദനം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് 5ാം റാങ്ക് കിട്ടി. HDVയിലും 5ാം റാങ്ക് ആയിരുന്നു. അപ്പോൾ 67 OCയിലാണ് ഫിഷറീസ് HQ വേക്കൻസിയിലാണ് അദ്ദേഹം കയറുന്നത്. അടുത്ത പ്രവീൺ VB സപ്ലിമെൻ്ററി 1 64 TPO വേക്കൻസിയിലാണ് അദ്ദേഹം കയറുന്നത്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇനി അടുത്തത് സേതു മോഹൻ ബൈ ട്രാൻസ്ഫറിലാണ് കയറുന്നത്. ബൈ ട്രാൻസ്ഫർ ലിസ്റ്റ് സ്റ്റേറ്റ് GSTയിലാണ് അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, 1-2 ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടേൺ ഈ 10 അഡ്വൈസ് കഴിഞ്ഞ് അടുത്ത ടേൺ ഏതിലേക്ക് പോകുന്നുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ അവസാന ഘട്ടം ആയല്ലോ. പിന്നെ അടുത്ത ലാസ്റ്റ് ചെയ്യുന്നത് 10ാമത്തെ റാങ്കാണ്. അതിനുശേഷം ഏത് ടേണാണ് കയറുന്നത് എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 10ാമത്തെ ടേൺ എന്ന് പറയുന്നത് ഏതിലാണ് പോകുന്നത്
എന്നത് അടിസ്ഥാനമായിട്ടായിരിക്കും അടുത്ത റൊട്ടേഷൻ, ഇതിൻ്റെ അടുത്ത വേക്കൻസി വരുന്ന റൊട്ടേഷൻ. ചിലപ്പോൾ ഇതിൽ തന്നെ NJD ഉണ്ടാവാനും സാധ്യതയുണ്ട്. NJD ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾക്കുള്ള NJD റിപ്പോർട്ട് ആവും. അപ്പോൾ വിഷ്ണു ഗോപൻ 6ാം റാങ്കാണ്. EWS ടേണിലാണ് അദ്ദേഹം കയറുന്നത്. EWS കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ 68 LCAI എന്ന് പറഞ്ഞ അത് LCAI എന്ന് പറയുന്നത് TPO ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 66 മുസ്ലിമും 68 LCയും അങ്ങനെ അത് രണ്ടും ആണ് അടുത്ത TPO പെൻഡിങ് ടേൺ ആയിട്ട് കാണുന്നത്. മിക്കവാറും അതിലേക്ക് ആദ്യം അഡ്വൈസ് ചെയ്യും. ടോട്ടൽ 10 അഡ്വൈസായി. ബൈ ട്രാൻസ്ഫർ 2, അതേപോലെ തന്നെ NJD 1, BC 1, EWS 1, BC 3, EWS 1, OC 3, അങ്ങനെ ടോട്ടൽ 10 അഡ്വൈസാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇനി അടുത്ത ടേൺ എന്ന് പറയുന്നത് 66 മുസ്ലിം ടേണാണ് പോകുന്നത്. ഓക്കെ, 66 ചെയ്ത് ഒരു OC ചെയ്ത് പിന്നെ അടുത്തത് പോകുന്നത് ഒരു 68 LCAI ആണ് പോകുന്നത്. ഒരു 4 വേക്കൻസി വന്നു കഴിഞ്ഞാൽ മിക്കവാറും LC കാൻഡിഡേറ്റ് ഉൾപ്പെടുന്ന ആൾക്കാർ കയറുന്നതായിരിക്കും. ഒരു 3-4 വേക്കൻസി വരുമ്പോഴേക്കും അതിൻ്റെ എന്താ പറയുക, വേക്കൻസി വരുന്നതനുസരിച്ച് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ അതെന്തായാലും കറക്റ്റായിട്ട് വരണം എന്നില്ല. ചെറിയ ചെറിയ അഡ്വൈസിൻ്റെ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. പക്ഷേ മാക്സിമം ഒരു TPO ഒരു OC ആ റേഞ്ചിൽ തന്നെയാണ് മിക്കവാറും പോവുക. ഓക്കെ, ഇതാണല്ലോ TPO 66 മുസ്ലിമും അതേപോലെ തന്നെ TPO 68 LCയും. ഓക്കെ, ഇനി സുഹൃത്തുക്കളെ നമ്മൾ ഒരു അഡ്വൈസിയുടെ കൂടെ നോക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ HDV വേരിയസിൻ്റെ അഡ്വൈസാണ് നോക്കുന്നത്. ഇത് 2 ദിവസം മുമ്പ് വന്നാണ്. അപ്പോൾ ഇത് അഡ്വൈസ് കയ്യിൽ കിട്ടിയിട്ട് ആൾക്കാർക്ക് കിട്ടിയിട്ട് ഒരു 10-12 ദിവസമായി. പക്ഷേ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് ഇത് രീതി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് പറയുന്ന മുമ്പായിട്ട് OC 2 വരെയും ഈഴവ 3 വരെയാണ് ഇത് ടേൺ പോയിരിക്കുന്നത്. ബൈ ട്രാൻസ്ഫർ 1. ടോട്ടൽ 4 അഡ്വൈസാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. ഒരു 3 അഡ്വൈസും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സൈറ്റിൽ വന്നിട്ടില്ല. എന്തായാലും അത് വരുമ്പോൾ ചെയ്യാം, വീഡിയോ ചെയ്യാം. ഇനി ഈ HDVക്കാർക്കായിട്ട് ഒരു സ്റ്റേറ്റ് വൈഡിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അതിൻ്റെ അഡ്മിൻസായി പ്രവർത്തിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, സ്റ്റേറ്റ് വൈഡ് ലെവലിൽ കണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യിക്കാനുള്ള പരിപാടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, വിളിക്കണ്ട. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഡ്മിൻസിൻ്റെ നമ്പർ തരാം. അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വൈസ് സ്റ്റാർട്ടാണ് നോക്കുന്നത്. 6/11/2023 ഇതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. അഡ്വൈസ് ഡേറ്റ് 26/11/2021 മുതൽ 9/3/2023 വരെയുള്ള വേക്കൻസി, 4 വേക്കൻസിക്ക് AV 3 പ്ലസ് ഒരു ഫ്രഷ് വേക്കൻസിക്കാണ് അതിൻ്റെ അഡ്വൈസ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 വേക്കൻസി എന്ന് പറയുന്നത് ഹെൽത്തിൻ്റെയും, ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഹെൽത്ത് പ്ലസ് ഒരു വേക്കൻസി ഗ്രൗണ്ട് വാട്ടറുമാണ്. ഓക്കെ, ആക്റ്റീവായിട്ടുള്ള 2 റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഒരെണ്ണം 0/17/2024 0/21 0/18/2021 പാലക്കാട് HDV വേരിയസിൻ്റെ എന്താ പറയുക ബൈ ട്രാൻസ്ഫറും നേരിട്ടുള്ള നിയമനത്തിൻ്റെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൈ ട്രാൻസ്ഫറിൽ ഉൾപ്പെട്ട ആളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരെണ്ണമാണ്. ഈ അഡ്വൈസ് തന്നെ അത് കാലാഹരണപ്പെട്ടു, ലിസ്റ്റ് ക്യാൻസലായി. കാരണം വെച്ചാൽ ലിസ്റ്റിൽ ആരുമില്ല, ഒരേ ഒരാൾ മാത്രമാണ് പാസ്സായിട്ടുണ്ട് ടെസ്റ്റിന്. കൃഷ്ണകുമാർ പറഞ്ഞ ആളാണ്. അദ്ദേഹം ഹെൽത്തിൽ നിന്നും OA ആയിട്ടുള്ള ആൾ ഇതിലേക്ക് ഗ്രൗണ്ട് വാട്ടറിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഡ്രൈവർക്ക് OA ആയിട്ട് അതിൻ്റെ വേക്കൻസി കണ്ടില്ലേ. ആദ്യമായിട്ട് DPO എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ചെയ്യുന്ന 2 OCക്കാണ് ചെയ്തിട്ടാണ് അടുത്ത് ഒരു TPOക്ക് കൊടുക്കുന്നത്. പിന്നെ അടുത്ത ബൈ ട്രാൻസ്ഫർ, അങ്ങനെ 4 വേക്കൻസിക്കാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ റൊട്ടേഷൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് അജീഷ് S ആണ്. അദ്ദേഹം സുഹൃത്താണ്. അദ്ദേഹം 2ാം റാങ്കുകാരനാണ്, 87 OCയിലും. അതേപോലെ പ്രേമവാസൻ N, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനവും അറിയിക്കുകയാണ്. 1ാം റാങ്കാണ്, 85 OC ആണ്. ഓക്കെ, രണ്ടുപേരും പാലക്കാട് സ്വദേശികൾ തന്നെയാണ്. ഇതിൽ അജീഷ് S എന്ന് പറഞ്ഞ ആൾക്ക് നേരത്തെ LDV വേരിയസിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ആൾ ഇതിലേക്ക് വരും എന്നുള്ളത് ഡൗട്ടാണ്. ഓക്കെ, അത് മൂപ്പർ എന്നെക്കൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് HQ വേക്കൻസി ആയാലും 3 വർഷം കഴിഞ്ഞാൽ മാറി വരാം എന്നുള്ള ലെവലിൽ ആൾ അതിലോട്ട് പോകാമെന്ന് തന്നെ പറഞ്ഞത്. പിന്നെ യൂണിഫോം പോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് യൂണിഫോം തസ്തികയാണ്. അത് മാത്രം കേട്ടോ, 1 മാസം ട്രെയിനിങ് ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നത് രതീഷ് K ആണ്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, 3ാം റാങ്കാണ്. അദ്ദേഹം പാലക്കാട് സ്വദേശി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഹെൽത്ത് സർവീസ്, ഈ 3 പേർക്കും ഹെൽത്ത് സർവീസാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത കൃഷ്ണകുമാർ S എന്ന് പറഞ്ഞ ആൾ
പാലക്കാട് സ്വദേശി തന്നെയാണ്. അദ്ദേഹം ബൈ ട്രാൻസ്ഫർ വഴി അപേക്ഷിച്ച് അദ്ദേഹത്തിന് ഇതിൻ്റെ ഒപ്പം തന്നെ 18/2021 എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും എല്ലാവിധ ഈ 4 പേർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി അടുത്തൊരു 3 വേക്കൻസി വന്ന് അതിൻ്റെ മൂന്നും അഡ്വൈസ് അവർക്ക് സൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ. ഇനി അത് ഏത് കാലത്താണ് ഇനി അതിൻ്റെ സൈറ്റിൽ വരിക എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും വന്നാൽ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം. 3 വേക്കൻസി അത്യാവശ്യം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് മിക്കവാറും 1 വർഷം കൂടെ ക്രോസ് ചെയ്യുക. കാരണം അപ്പം തന്നെ 10-15 വേക്കൻസി ഉണ്ട്. പക്ഷേ അത് അടുത്ത മെയ് ആകുമ്പോഴേക്ക് റിട്ടയർമെൻറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ OC 2, BC 1, അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ 1, അങ്ങനെ 4 വേക്കൻസി. പിന്നെ അടുത്ത TPO 76 മുസ്ലിം, അതേപോലെ തന്നെ 78 ഈഴവ, 80 മുസ്ലിം എന്നുള്ള നിലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും 6 TPO പെൻഡിങ് ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിട്ടുന്ന ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോയുമായി വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.